ഈ മുറ്റം കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഇതെൻ്റെ മുറ്റമല്ല, മേളിലത്തെ വീട്ടിലെ താമസക്കാരുടെ മുറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ താഴെയും വേറൊരു വീട്ടുകാർ മേളിലും താമസിക്കുന്നുണ്ട്. രാവിലെ തന്നെ ഏട്ടനാണെങ്കിൽ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു പണിയുടെ ഘോഷയാത്രയാണ് കേട്ടോ പുറകെ വരുന്നത്. എന്നിട്ട് ഞാൻ രാവിലെ ഇവിടുത്തെ ഈ വീട്ടിലെ മാമൻ നട്ടേക്കുന്ന ചെടികളൊക്കെ ഒന്ന് നോക്കിയിട്ട് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഉള്ള തുണികളെല്ലാം കൊണ്ടുപോയിട്ട് മുക്കിയിടണം. എന്തിനകത്ത് സോപ്പ് പൊടിക്കകത്ത് മുക്കിയിടണം. ഞാൻ വന്ന് നോക്കിയപ്പോൾ മോൾ ഇവിടെ ചിത്രരചനയാണ് കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നെ പറയാം, ആ രചനയുടെ പിന്നിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോയാലും ഇവര് കൂടെ എൻ്റെ വാലെ കാണുമെന്ന് ഉറപ്പല്ലേ. അപ്പം ഞാനാണെങ്കിൽ ആ സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് അതിനകത്ത് തുണികളൊക്കെ പറക്കിയിടുന്നുണ്ട് കേട്ടോ, വെള്ളമൊക്കെ വെച്ചിട്ട്. പക്ഷേ ഇവരെന്തിനാണ് വന്നേക്കുന്നതെന്ന് അറിയാമോ? ആ സോപ്പ് പതിക്കത്ത് കളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ചൊക്കെ ഞാൻ കൊടുക്കും കേട്ടോ, കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ വേണമെങ്കിൽ കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് നിന്ന് കൊടുക്കുമെങ്കിലും, പക്ഷേ പിന്നെ ഞാൻ നിർത്തൂല കേട്ടോ. എനിക്കകത്ത് വേറെ പണിയുണ്ട്, ഇവരെവിടെ നിർത്തി കഴിഞ്ഞാൽ പറ്റൂലല്ലോ. അപ്പം ഞാൻ കുറേ പാത്രങ്ങളുണ്ടായത് രാവിലത്തെ, അതൊക്കെ കഴുകി മാറ്റുന്നുണ്ട്. ഇത് കഴുകി മാറ്റി പിന്നെ ഞങ്ങളുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇറങ്ങുന്നത്. കാരണം ഇവിടെ ആണെങ്കിൽ നല്ല മഴക്കോളുണ്ട് രാവിലെ തന്നെ. അതുകൊണ്ട് എൻ്റെ തുണി നനയ്ക്കുന്ന സമയമായ വൈകുന്നേരം തുണി നനയ്ക്കാൻ ഇറങ്ങാൻ നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പം നമ്മൾ കൈയോടാനെല്ലാം കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫുള്ള് ഞാൻ നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ അലക്കയിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും. അതിനിടയ്ക്ക് പിള്ളേർ തകൃത്തിയായിട്ട് കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ കഴുകിയ തുണികളെല്ലാം വിരിച്ചിടുന്നുണ്ട്. നേരത്തെ തുണികളൊന്നും എടുത്തിട്ടില്ലല്ലോ, കുറേ ഉണങ്ങാനൊക്കെ ഉണ്ട്. കാരണം ഇപ്പം വെയിലില്ലല്ലോ, ഫുള്ള് മഴക്കോളല്ലേ രാവിലെ മുതൽ. എനിക്കൊന്ന് കാലവർഷം നേരത്തെ തുടങ്ങുമെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് മഴ ചാർന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇനിയും കുളിച്ചൂടെ കയറാമെന്ന് വിചാരിച്ചു. അപ്പം ബൈ ബൈ, സീ യു.